നമസ്കാരം. സാമ്പത്തിക വളർച്ചയിലേക്ക് വലിയ ചുവട് വയ്ക്കുന്നവർ മ്യൂച്വൽ ഫണ്ടുകളെ പരിഗണിക്കാറുണ്ട്. സുരക്ഷിത നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുന്ന പോസ്റ്റ് ഓഫീസ് വഴി ഇനി മുതൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്താം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ ഇനി അത് വിശ്വസിക്കാം. ഇനി മുതൽ പോസ്റ്റ് ഓഫീസ് വഴി ഇത് സാധ്യമാവാൻ പോവുകയാണ്. പോസ്റ്റ് ഓഫീസ് വഴി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം നടത്തുന്നതിന് തപാൽ വകുപ്പും അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയും അതായത് AMFIയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. മുംബൈയിൽ നടന്ന AMFIയുടെ 30ാമത് സ്ഥാപക ദിനത്തിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ പോസ്റ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നായിരിക്കും. കാരണം മ്യൂച്വൽ ഫണ്ടുകൾ വിപണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിക്ഷേപമാണ്. എന്നാൽ പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമായ പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. രാജ്യത്തുടനീളം 1,64,000 പോസ്റ്റ് ഓഫീസുകളാണ് ഉള്ളത്. അതിനാൽ തന്നെ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലെ ആളുകളിലേക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ നേട്ടം വ്യാപിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലും സെമി അർബൻ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ഇതൊരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും. രാജ്യത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മ്യൂച്വൽ ഫണ്ടുകളുടെ നേട്ടം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയുടെ സാന്നിധ്യത്തിൽ തപാൽ വകുപ്പ് ജനറൽ മാനേജർ അതായത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ജനറൽ മാനേജർ മനീഷ ബൻസാൽ ബാദലും AMFI ചീഫ് എക്സിക്യൂട്ടീവ് VN ചലസാനിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 2028 ഓഗസ്റ്റ് 21 വരെ 3 വർഷത്തേക്ക് ഈ കരാർ നിലനിൽക്കുന്നതാണ്. ഈ കാലയളവിൽ നിക്ഷേപക ഡാറ്റയ്ക്കുള്ള പുതുക്കൽ നടപടികളും സുരക്ഷാ നടപടികളും ഉൾപ്പെടുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കായി KYC പ്രക്രിയ ലളിതമാക്കുന്നതിനായി 2025 ജൂലൈയിൽ പോസ്റ്റ് ഓഫീസ് വകുപ്പും AMFIയും മറ്റൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് 1 മാസത്തിന് ശേഷമാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ആദ്യമായി നിക്ഷേപം നടത്തുന്ന വനിതാ നിക്ഷേപകർക്ക് അധിക ആനുകൂല്യങ്ങൾ അവതരിപ്പിക്കാൻ സെബി പദ്ധതിയിടുന്നുണ്ട്. ഇത് വനിതകൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നതിന് സഹായകരമാകും. ഗ്രാമപ്രദേശങ്ങളിലെ വനിതകൾക്കും ഇതിലൂടെ നേട്ടം ഉറപ്പിക്കാൻ സാധിക്കും. ഗ്രാമപ്രദേശങ്ങളിലും സെമി അർബൻ പ്രദേശങ്ങളിലും ഇപ്പോഴും പരമ്പരാഗത നിക്ഷേപക രീതികൾ മാത്രം ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതലുമുള്ളത്. പോസ്റ്റ് ഓഫീസ് വഴി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എത്തിയാൽ സാധാരണക്കാരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൂടുതൽ വളരുന്നതാണ്. ഏതായാലും ചരിത്രപരമായൊരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത സാമ്പത്തിക വിദഗ്ധരെ തേടുന്നത് നല്ലതായിരിക്കും. നിക്ഷേപ തീരുമാനം എടുക്കും മുൻപ് സാമ്പത്തിക വിദഗ്ധരുടെ നിർദ്ദേശം തേടുന്നത് ഉചിതമാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണെന്ന് പറയപ്പെടാറുണ്ട് സാധാരണ. എന്തായാലും സ്വന്തം റിസ്കിൽ മാത്രം നിക്ഷേപ തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഉപദേശങ്ങൾ സ്വീകരിക്കുക.